നേരെ വെളുത്തൊരു 10-10 കറണ്ട് പോയതാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ടാങ്കിലൊരു തുള്ളി വെള്ളമില്ല. അത്രയാണെങ്കിൽ ഒരു കുന്ന് കഴിയാൻ കിടക്കുന്നത്. അപ്പോഴോട് ചോദിച്ചപ്പോൾ എന്തോ ഇടന്ന് പോയി ആലോചിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു ബക്കറ്റുമായിട്ട് പുറത്തോട്ടിറങ്ങി കേട്ടോ. പുറത്തോട്ടിറങ്ങിയ ഉദ്ദേശം പുറകിൽ പഞ്ചായത്ത് പൈപ്പിൽ നിന്ന് ഇങ്ങനെ നൂലിനത്തിൽ വെള്ളം വരുന്നുണ്ട്. കുറച്ച് നേരം 1 മണിക്കൂർ അവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കിട്ടി. പക്ഷേ ഇങ്ങനെ കോരിക്കൊണ്ട് വരവ് നടക്കത്തില്ലല്ലോ. അങ്ങനെ ഞാൻ മേളിൽ പോയി കുരിയും കിടന്നൊരു ഓസ് എടുത്തുകൊണ്ട് വന്ന് 2 കേബിൾ ടൈയും. ഇതിനി അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെച്ചിട്ടേ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളം മേബി വന്നേക്കും. പക്ഷേ അത് കുത്തിയിട്ടൊന്നും അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ അപ്പോഴത്തേക്ക് ആകെ വിയർത്ത് നനഞ്ഞ് നാശമായി. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേക്കും എൻ്റെ 2 ടെക്നീഷ്യന്മാരും വന്നിട്ടുണ്ടായിരുന്നേ. ഓസൊക്കെ കുത്തി പൈപ്പിൽ ഇപ്പം വെള്ളം എടുത്തരാന്ന് പറഞ്ഞിട്ട് തലയും കുത്തി നിന്നിട്ടും കണ്ടില്ല. ഒരാളപ്പം തന്നെ സ്കൂട്ടായി. പിന്നെ ഞാൻ പോയി പിന്നെ അത് കണക്ട് ചെയ്ത് കേട്ടോ. കണക്ട് ചെയ്ത് വെള്ളം എത്തിയപ്പോഴത്തേക്ക് നമ്മളെ സുന്ദരക്കില്ലാടിക്കകത്ത് കണ്ട കുത്തുമ്പോൾ വെള്ളം വരത്തില്ല. ആ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അത്ര സന്തോഷമായിട്ടും കാര്യമില്ല കേട്ടോ. വെള്ളം വരുന്നുണ്ട് ഇക്കനത്തിലാണ്. ഇപ്പോൾ ഓണാക്കി വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളം നിറയും. അങ്ങനെ ഇത് അകത്തോട്ട് കൊണ്ടുപോയി കോരി ഒഴിക്കാനായിട്ടൊരു പാത്രം വേണമല്ലോ. അങ്ങനെ ഞങ്ങളുടെ അമ്മായിമ്മ ഇപ്പരെ പണിഞ്ഞപ്പോൾ കിട്ടിയ പ്രസൻറ്റേഷൻ പാത്രങ്ങളെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോക്കേസ് വെച്ചേക്കുന്ന പോലെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കേട്ടോ. ഇതങ്ങനെ എടുക്കാറില്ലേ, പിരിന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചൂണ്ടി. അങ്ങനെ അതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് വെള്ളം നിറച്ച് വെച്ചു. അപ്പോൾ എനിക്കിനി പാത്രം ഇടാമല്ലോ. പക്ഷേ വെള്ളം പൊക്കിക്കൊണ്ട് വരുന്നത് ഇത്തിരി പാടാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാനാ, വെള്ളം ഇല്ലല്ലോ. വെള്ളം ഇല്ല വരുമ്പോഴത്തേക്ക് നമുക്ക് ആകെ പാടെ വല്ലാത്തൊരു അവസ്ഥയാട്ടോ ഇത്. അങ്ങനെ ഇത് പാത്രമല്ല, ഈ വെള്ളം ഈ കോരിക്കൊണ്ട് വെച്ച വെള്ളത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പണി കണ്ടോ. സെക്കൻഡ് ഞാൻ കൊണ്ടുവച്ച വെള്ളം അപ്പടി അവിടെ എല്ലാം കാമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ദേഷ്യം ഇവന്മാരോട് തീർക്കാൻ നിറപ്പുണ്ടോ. അക്ഷരം എഴുതാൻ ഇരുത്തിയതാണ്. ജയും എല്ലും എല്ലാം തല വെച്ച് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഈ ചിരി കണ്ടു കഴിയുമ്പോഴത്തേക്കും വഴക്ക് പറയാൻ തോന്നത്തില്ല. ഇവൻ ചിരിച്ച് മയക്കാൻ എടുക്കാനാണ് കിച്ചാപ്പി. പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്ന് ഞാൻ പെട്ടെന്ന് ഓടി പടച്ചൊരു മന്തി ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ വെള്ള കളറാന്നേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ.